കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരണം 49ആയി. മരിച്ചവരിൽ 40 പേർ ഇന്ത്യക്കാരെന്ന് വിദേശകാര്യ മന്ത്രാലയം. 14 മലയാളികളിൽ 13 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചത് കാസർഗോഡ്, പത്തനംതിട്ട, കൊല്ലം, മലപ്പുറം, കോട്ടയം സ്വദേശികൾ. കുവൈറ്റ് ദുരന്തം ചർച്ച ചെയ്യാൻ അടിയന്തര മന്ത്രിസഭായോഗം. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. കുവൈറ്റ് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും ഒഴിവാക്കി. ആഘോഷ പരിപാടികളും നിർത്തിവെച്ചു. നാളെയും മറ്റന്നാളും നടക്കേണ്ട പരിപാടികളിൽ മാറ്റമില്ല. എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് മറുപടിയുമായി MK രാഘവൻ. കോഴിക്കോട് എയിംസ് വേണമെന്ന താൽപര്യത്തിന് പിന്നിൽ ദുരുദ്ദേശമില്ല. അക്കാര്യം മറന്നേക്കുമെന്ന പ്രസ്താവനയ്ക്ക് മുൻപ് സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരുമായി ആലോചിക്കണമായിരുന്നു. കേന്ദ്രമന്ത്രിയെ നേരിൽ കാണുമെന്നും MK രാഘവൻ. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന് വേണ്ടി ഓടയുടെ ഗതി മാറ്റിയെന്ന ആരോപണത്തിൽ വിവാദം തുടരുന്നു. വിശദീകരണവുമായി മന്ത്രി വീണ ജോർജ്. കിഫ്ബി നിശ്ചയിച്ച അലൈൻമെന്റിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കള്ളപ്രചാരണത്തിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും മന്ത്രി. ആശങ്ക ഒഴിയാതെ കോഴിക്കോട് ഗോദീശ്വരം തീരം. കടലാക്രമണ ഭീഷണിയിൽ തീരദേശവാസികൾ. കടൽ ഭിത്തി നിർമ്മാണം വൈകുന്നതിൽ ആശങ്ക. ജലവിഭവ വകുപ്പിന്റെ പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന ആക്ഷേപം. T20 ലോകകപ്പിൽ ഇന്ത്യ സൂപ്പർ 8-ൽ. അമേരിക്കയെ വീഴ്ത്തിയത് 7 വിക്കറ്റിന്. വിജയലക്ഷ്യം മറികടന്ന് 10 പന്ത് ശേഷിക്കെ. ഹർദീപ് സിംഗ് മാൻ ഓഫ് ദി മാച്ച്.